ക്ഷേത്രത്തിന്റെ ഇരുട്ടിൽ ഒരു നിഴൽ. ഒരു കഥ വീണ്ടും തുടങ്ങി. തനിച്ചാക്കപ്പെട്ട ഹൃദയങ്ങൾ സ്നേഹത്തിന്റെ പാത കാണിച്ചു. കടന്നകാല മുറിവുകളുടെ ശബ്ദത്തിൽ കണ്ണുനീർ ഒലിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ വിളിക്കപ്പെടാത്ത ശബ്ദം നിശബ്ദത ഉണർത്തിക്കൊണ്ടേയിരുന്നു. വെറുപ്പ് കൊണ്ട് തുടങ്ങിയ ഈ വേദന മാപ്പ് കൊണ്ട് അവസാനിച്ചു. താർക്കുടിയുടെ ഇരുണ്ട അവസാനം വെളിച്ചത്തിൽ മാഞ്ഞുപോയി. ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു. അൻമോളും രാഗിണിയും ട്രെയിനിൽ നിന്നും ഇറങ്ങി. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ശില്പ അവിടേക്ക് വന്നിരുന്നു. അവൾ രാഗിണിയുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ടാണ്, ദൂരെയുള്ള കൂട്ടുകാരി. അവരാദ്യമായാണ് കാണുന്നത്. ശില്പ അവരെ വേഗം തന്നെ തിരിച്ചറിഞ്ഞു. പിന്നെ ചിരിച്ചുകൊണ്ട് അവരുടെ നേരേക്ക് അവൾ വന്നു. രാഗിണി, ഹായ് ശില്പ, നൈസ് മീറ്റിംഗ് യു. സുഖമാണോ നിനക്ക്? എനിക്ക് സുഖം. പിന്നെ നിനക്കോ? എനിക്കും വളരെ സുഖമാണ്. ഇദ്ദേഹമാണ് അൻമോൾ, എൻ്റെ ബോയ് ഫ്രണ്ട്. ഹലോ. ശരി, നമുക്കിവിടെ നിന്ന് തിരിക്കാം. ഒരുപാട് സമയം ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. 3 പേരും അതിന് ശരിയെന്ന് സമ്മതിച്ചു. അവർ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു വന്നു. 3 പേർക്കും ചോറിക്ക് പോകുന്ന ഒരു ബസ് കണ്ണിൽ കണ്ടു. അതിലവർ കയറി. കുറച്ചു സമയത്തിനകം അവിടെ നിന്നും ബസ് സ്റ്റാർട്ടായി. അത് അവിടെ നിന്നും പോകാൻ തുടങ്ങി. രാഗിണി അൻമോളിനടുത്തായി ജനലിനരികിൽ ഇരിക്കുകയായിരുന്നു. അവൾ വളരെ വിഷമത്തോടെ ഇരുന്നു. ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അൻമോൾ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവളുടെ തോളത്ത് കൈവച്ചു. രാഗിണി അവനെ തിരിഞ്ഞു നോക്കി. അതിനിടയ്ക്ക് അവരുടെ കടന്ന കാലത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നു. കുറച്ചു ദിവസത്തിന് മുൻപേ രാഗിണി അവളുടെ അച്ഛനമ്മയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവളോടൊപ്പം അൻമോളും ഉണ്ടായിരുന്നു. രാഗിണി വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അൻമോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. രാഗിണിയുടെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് തന്റെ കഴിവില്ലായ്മ ഓർത്ത് വിഷമിക്കാൻ തുടങ്ങി. ഈ അച്ഛനില്ലാത്ത ചെക്കൻ എൻ്റെ മരുമകനായിട്ടാവാൻ പറ്റില്ല. ഇവൻ ഒരു വേശ്യൻ്റെ മകനാണ്. ഇവന് അവൻ്റെ ശരിക്കുമുള്ള അച്ഛൻ ആരാണെന്ന് അറിയുമോ? അൻമോളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ അന്ന് രാത്രി തന്നെ അൻമോൾ ഒരു ബാഗ് വെച്ചുകൊണ്ട് രാഗിണിയുടെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് രാഗിണിയും പുറത്തു വന്നു. 2 പേരും അവിടെ നിന്നും പുറപ്പെട്ടു. ഇതൊക്കെ ഓർത്ത് അവൾ വല്ലാതെ വിഷമിക്കുകയായിരുന്നു. അവൾ തന്റെ കുടുംബം വിട്ടു വരണമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല. രാഹിണി, എന്നെ ക്ഷമിച്ചേക്ക്. ഞാൻ കാരണമാണ് നീയും ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നു. എൻ്റെ അമ്മ എന്നെ ഇതുപോലെ റോഡിൽ വിടാതിരുന്നിരുന്നാൽ ഇന്ന് ഞാനും... ഇല്ല അൻമോൾ, ഇതിൽ നിന്റെ തെറ്റൊന്നും തന്നെ ഇല്ല. ഇത് നമ്മുടെ 2 പേരുടെയും തീരുമാനമാണ്. എനിക്കറിയും, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എപ്പോഴും സഹായിച്ചിട്ടില്ല. അത് കാരണം ഞാൻ ഒരു നല്ലവനല്ല എന്ന് എല്ലാവരും പറയുമോ? എനിക്കറിയാം അൻമോൾ, നിന്റെ കടന്ന കാലത്തെക്കുറിച്ച് എനിക്കൊരു പ്രശ്നവുമില്ല. ഇന്ന് നീ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇത് നിന്റെ സ്വന്തം അധ്വാനം കൊണ്ടാണ്. ഇതിനേക്കാളും നല്ലൊരു കാര്യം വേറെ ഒന്നും ഉണ്ടാകില്ല. രോഹിണി പെട്ടെന്ന് അവന്റെ തോളത്ത് ചാഞ്ഞു കിടന്നു. ബസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അന്ന് രാത്രി ശില്പ കതക് തുറന്നു. അൻമോളും രാഗിണിയും പുറത്തുനിന്ന് ആ വീട് നോക്കുകയായിരുന്നു. പിന്നെ അവർ ആ വീട്ടിനകത്തേക്ക് കയറി. ശില്പ ലൈറ്റ് ഇട്ടു. അവർ ആ വീട് നോക്കി. ആ വീട് പഴയ പൊടി പിടിച്ച വീടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി പൂട്ടിയിട്ടതുപോലെ ഇരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ വീട്. മനസ്സിലാകുന്നു, ഇതല്പം മോശമായ അവസ്ഥയിലാണുള്ളത്. പക്ഷേ നിങ്ങൾക്കിവിടെ സുരക്ഷിതമായിരിക്കും. താങ്ക് യു സോ മച്ച് ശില്പ. നിനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സാരമില്ല, ഇരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ 3 ദിവസം ഈ ഗ്രാമം വിട്ട് പുറത്തു പോവുകയാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ഈ വീട് വൃത്തിയാക്കണം. പിന്നെ ഇവിടെയുള്ളവരോട് നിങ്ങൾ വളരെ കുറച്ച് സംസാരിച്ചാൽ മതി. നിങ്ങൾ എത്ര പേരോട് കൂട്ടുകൂടുന്നോ അത്രത്തോളം ആപത്തും അധികമാണ്. ഞങ്ങൾ ഇതിനെ ശ്രദ്ധയിൽ വെച്ചോളാം. താങ്ക് യു ശില്പ. ശരി, എന്നാൽ ഞാൻ പോകട്ടെ. അതിനുശേഷം ശില്പ അവിടെ നിന്നും പുറപ്പെട്ടു. അൻമോളും രാഗിണിയും അവിടെ തനിച്ചായിരുന്നു. കുറച്ചു സ്ഥലം അവർ വൃത്തിയാക്കിയിട്ട് അവർ കിടക്കാനായി ഒരുങ്ങി. അടുത്ത ദിവസം അൻമോളും രാഗിണിയും ആ വീട് വൃത്തിയാക്കാൻ തുടങ്ങി. ആവശ്യമുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ അവർ ശരിയാക്കി. പതുക്കെ പതുക്കെ പൊടിയും അഴുക്കും എല്ലാം തന്നെ വൃത്തിയായി. കുറച്ചു സമയത്തിനകം വീട് വൃത്തിയുള്ളതായും താമസിക്കാൻ സൗകര്യമുള്ളതായും മാറി. 2 പേരും സന്തോഷിച്ചു. പിന്നെ അവർ ഒന്നിച്ചൊരു സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. സെൽഫി എടുക്കുമ്പോൾ അൻമോൾ പുറകിലുണ്ടായിരുന്ന ഒരു സാധനം പെട്ടെന്ന് ശ്രദ്ധിച്ചു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു അവാർഡ് അവൻ ശ്രദ്ധിച്ചു. അത് കണ്ടിട്ട് അവന് വ്യത്യാസമായ ഒരു അനുഭവം തോന്നി.
മുൻപേ തന്നെ അവൻ അത് കണ്ടിട്ടുള്ളതുപോലെ. ഇത് എങ്ങനെയാണ് ഇവിടെ വന്നത്? എന്തു പറ്റി അൻമോൾ? ഇതെനിക്ക് മറ്റുള്ള സാധനങ്ങളുടെ കൂടെ കിട്ടിയതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. ഈ അവാർഡ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയതാണ്. അമ്മയ്ക്കോ? അതെങ്ങനെ നിനക്കറിയാം? എനിക്ക് 5 വയസ്സിരിക്കുമ്പോൾ ഈ അവാർഡ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത്, അവരുടെ ഡാൻസ് പ്രോഗ്രാമിന്. ഇത് അവരുടേതാണ്. അൻമോൾ, ഇങ്ങനെയും ആയിരിക്കാമല്ലോ. ഇത് വേറെ ആർക്കെങ്കിലും കിട്ടിയതായിരിക്കാം, നിന്റെ അമ്മയ്ക്ക് കിട്ടിയതുപോലെ. ഇല്ല റാഹിണി, ഇത് എൻ്റെ അമ്മയുതാണ്. ചെറുപ്പത്തിൽ കഴിക്കുമ്പോൾ ഞാനിത് തട്ടിവിട്ടു. അപ്പോഴാണ് ഇതിൻ്റെ കൈ ഉടഞ്ഞു പോയത്. നോക്ക്, അതുപോലെ തന്നെ ഉണ്ട്. അതെങ്ങനെ സാധ്യമാണ്? നിന്റെ അമ്മയുടെ സമ്മാനം എങ്ങനെയാ ഇവിടെ വരിക? നിനക്കും ഈ ഗ്രാമത്തിനും ഒരു ബന്ധവുമില്ലല്ലോ. ഇതിനെ ഒരു കാര്യത്തിനെ വെച്ച് അറിയാൻ പറ്റും. അൻമോൾ ആ അവാർഡ് തിരിച്ചു നോക്കി. താഴെയുണ്ടായിരുന്ന നെയിം പ്ലേറ്റ് അവൻ ശ്രദ്ധിച്ചു. അതിൽ ആ കടയുടെ അഡ്രസ് ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അൻമോൾ ആ അവാർഡ് ബാഗിൽ വെച്ചുകൊണ്ട് അതിലുള്ള അഡ്രസ്സിലേക്ക് ചെന്നു. അവൻ അകത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അവൻ ചോദിക്കാൻ തുടങ്ങി. ചേട്ടാ, നിങ്ങളെ കൊണ്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അദ്ദേഹം ആ അവാർഡ് വാങ്ങിക്കൊണ്ട് അതിനെ സൂക്ഷിച്ചു നോക്കി. പിന്നെ അലമാരയിൽ നിന്നും ഒരു രജിസ്റ്റർ എടുത്ത് അതിൽ നോക്കാൻ തുടങ്ങി. അതെ, ഇതിനെ ഇവിടെയാണ് വാങ്ങിയത്. ആരോ ഗ്രാമത്തെ ആള് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അവർക്ക് ഇത് എവിടെയാണ് കിട്ടിയത്? അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല. അൻമോൾ കുഴപ്പത്തിലായിരുന്നു. ഇതുവഴി തന്റെ അമ്മയെ കണ്ടുപിടിക്കാമെന്ന് അവൻ കരുതി. പക്ഷെ അവന്റെ ശ്രമം ശരിക്കും അവിടെ തന്നെ തോറ്റുപോയി. രാത്രി തിരികെ പോകുമ്പോൾ അൻമോൾ ശ്രദ്ധിച്ചു, ഒരു മരത്തിനടിയിൽ കുറച്ച് ആളുകൾ നിൽക്കുകയായിരുന്നു. അവിടെ ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിനടുത്ത് ഒരു ഡ്രിങ്ക്സ് ബോട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ റേഡിയോ പെട്ടി അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുടുങ്ങിക്കിടന്നു. അൻമോൾ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് ചേട്ടാ, ഇവർക്ക് എന്താ പറ്റിയത്? അയാൾ അൻമോളെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി. എന്നിട്ട് അവിടെ നിന്നും അദ്ദേഹം പോയി. അവൻ അല്പം അത് വ്യത്യാസമായി തോന്നി. അതുകൊണ്ട് അവൻ അവിടെ നിന്നും തിരികെ പോകാമെന്ന് തീരുമാനിച്ചു. അൻമോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ നോക്കി, അവിടെ ശില്പ രാഗിണിയോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും അക്കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനെയാണ് അൻമോൾ കുറച്ചു സമയത്തിന് മുൻപ് കണ്ടത്. ആക്ച്വലായിട്ട് കാര്യം എന്താണ്? അത് ഈ ഗ്രാമത്തിലെ പ്രേതം ടാർക്കുടിയുടെ ജോലിയാണ്. ഇതെന്ത് പേരാണ്? 21 വർഷങ്ങൾക്ക് മുൻപാണ് ഇതൊക്കെ തുടങ്ങിയത്. താരിക എന്ന പേരുള്ള ഒരു ഭംഗിയുള്ള പെണ്ണ് ഈ ഗ്രാമത്തിലേക്ക് വന്നു. ശരിക്കും നിന്നെ പോലെ തന്റെ കാമുകനോടൊപ്പം ഓടി വന്നു. പക്ഷെ കുറച്ചു ദിവസത്തിന് ശേഷം തന്റെ ഭർത്താവിന്റെ ആളുകൾ അവരെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു ദിവസത്തിന് ശേഷം അവരുടെ ഭർത്താവ് മരിച്ചെന്ന വാർത്ത വന്നു. ഉടനെ അവൾ ഈ ഗ്രാമത്തിൽ നിന്നും പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവൾ എന്ന് പോകണമെന്ന് കരുതിയോ, അവൾ തനിച്ചിരിക്കുന്നത് ഉപയോഗിച്ച ചില കുടികാരന്മാർ അവളെ നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത ദിവസം താരികയുടെ പ്രേതം ഗ്രാമത്തിലെ ഒരു വലിയ മരത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒപ്പം ഒരു ലെറ്ററും. ഇനി യാതൊരു ആണിനെയും ഇവിടെ ജീവനോടെ വച്ചിരിക്കില്ലെന്ന് എഴുതിയിരുന്നു. അന്നു മുതൽ അവളുടെ ആത്മാവ് ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് എന്തെന്നാൽ 9 മണിക്ക് ശേഷം ഒരു ആണ് വീട്ടിൽ നിന്ന് പോയാൽ അവൻ തിരികെ വരില്ലെന്നാണ്. ഇത് കേട്ടിട്ട് അൻമോളും രാഗിണിയും ഞെട്ടിപ്പോയി. ഓ മൈ ഗോഡ്, അവൾക്ക് സംഭവിച്ചത് വലിയൊരു പാപമാണ്. പക്ഷെ ഇന്നുവരെ ആർക്കും മനസ്സിലാകാത്തത് അവൾ മദ്യപാനികളെയും പാട്ടുപാടുന്നവരെയും എന്തിനാണ് കൊല്ലുന്നതെന്നാണ്. കാരണം എൻ്റെ അമ്മയ്ക്കും കുടിക്കുന്നവരെ ഇഷ്ടമില്ല. ഏതൊരു നടനമാണ് അദ്ദേഹത്തിന് ഗൗരവം തന്നിട്ടുണ്ടോ, അതേ നടനമാണ് അവരുടെ അടുത്ത് തന്നെ എല്ലാവറ്റിനും പറിച്ചിട്ടുണ്ട്. രാഗിണിക്കും ശില്പയ്ക്കും ഒന്നും മനസ്സിലായില്ല. അതായത് അൻമോൾ എന്തു പറയുന്നെന്ന്. നീ എന്താണ് പറയുന്നത് അൻമോൾ? റാഹിണി, താരിക എന്നത് വേറെ ആരുമല്ല, അവർ എൻ്റെ അമ്മയാണ്. അന്ന് രാത്രി ഗ്രാമം വിട്ട് അവർ പോകണമെന്ന് വിചാരിച്ചു. അവർ എൻ്റെ കൊച്ചച്ഛന് ഫോൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. പക്ഷെ അവർ തിരിച്ചു വന്നിട്ടില്ല. അവർ എന്നെ വിട്ടിട്ട് ഓടിപ്പോയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ശില്പ രാഗിണിയുടെ കണ്ണുകൾ പേടി കൊണ്ട് നിലച്ചുപോയി. എന്നുവെച്ചാൽ നിന്റെ അമ്മയുടെ ആത്മാവിന് ഇതുവരെ മോചനം കിട്ടിയില്ല എന്നാണോ? നമ്മൾ അതിനെന്തെങ്കിലും തീർച്ചയായും ചെയ്യണം. നീ പറഞ്ഞത് വളരെ ശരിയാണ് രാഗിണി. നമ്മൾ അതിനിടയ്ക്ക് കതക് തട്ടുന്ന ശബ്ദം കേട്ടോ. അൻമോളും രാഗിണിയും ശില്പയും പേടിച്ചുപോയി. കുറച്ചു സമയത്തിനകം ആ ശബ്ദം വലിയ ശബ്ദമായി കേൾക്കാൻ തുടങ്ങി. പിന്നെ പുറത്തു നിന്നവർ ആ കതക് പൊട്ടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അത് മറ്റാരുമല്ല, രാഗിണിയുടെ അച്ഛനും അമ്മയും. അവരെ കണ്ടതും രാഗിണിയും അൻമോളും ഞെട്ടിപ്പോയി. അവർ രാഗിണിയെ വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. രാഗിണിയുടെ അച്ഛനും അമ്മയും ആ ഗ്രാമത്തിലെ റോട്ടിൽ അവളെ പിടിച്ച് തറയിൽ വലിച്ചു കൊണ്ടുപോയി. അവിടെ മുഴുവനും ശാന്തമായിരുന്നു. പുറത്തു വന്നു നോക്കാൻ ആർക്കും തന്നെ ധൈര്യമില്ലായിരുന്നു. പിന്നെ അവിടെ അവരെ സഹായിക്കാൻ ആരും തന്നെ വന്നില്ല.
അവർ വേഗം രാഗിണിയെ കാറിൽ കൊണ്ടുവന്ന് കയറ്റി. അവരും കാറിൽ കയറിയിരുന്നു. അവിടെ നിന്നും അവർ പുറപ്പെടാനിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു അറിയാത്ത ശക്തി കാറിന്റെ പുറകിലത്തെ ടയർ മുകളിൽ നിന്നും പൊക്കാൻ തുടങ്ങി. രാഗിണിയുടെ അച്ഛൻ ആക്സിലേറ്റർ വളരെ വേഗത്തിൽ ചവിട്ടി. പക്ഷേ ഒരു പ്രയോജനവുമില്ല. പിന്നെ പെട്ടെന്ന് കാറ് മുന്നിലോട്ട് ചെന്നൊരു മരത്തിൽ അത് ഇടിച്ചു. പുറകിലിരുന്ന രാഗിണി കാർ ഇടിച്ചതുകൊണ്ട് മയങ്ങിപ്പോയി. പിന്നെ അവളുടെ അച്ഛനും അമ്മയും മുന്നിലുണ്ടായിരുന്ന കണ്ണാടിയിൽ ചെന്ന് ഇടിച്ചു. മുറിവ് പറ്റിയതോടെ അവർ രണ്ടുപേരും എണീറ്റ് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ മുന്നിൽ ഭയങ്കരമായ രൂപമുള്ള താർക്കുടി നിന്നുകൊണ്ടിരുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണമാണ് എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടമായത്. ഈ ഗ്രാമത്തിൽ അത് വീണ്ടും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. താർക്കുടി തൻ്റെ കൈ മുന്നിലേക്ക് പൊക്കി രാഗിണിയുടെ അച്ഛനെയും അമ്മയെയും അവൾ ആകാശത്ത് പറപ്പിക്കുകയായിരുന്നു. അവർ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവരെ അവൾ കൊല്ലാൻ പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് അൻമോൾ വന്നെത്തി. അമ്മേ! താർക്കുടി തിരിഞ്ഞ് അവനെ നോക്കി. അവൾ നോക്കുമ്പോൾ അൻമോളിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഇവരിനെ വിട്ടേക്കോ അമ്മേ, അങ്ങനെ ചെയ്യല്ലേ. താർക്കുടിയുടെ കണ്ണുകൾ മനുഷ്യരുടെ കണ്ണുകൾ പോലെയായി. 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾക്കൊരു മാറ്റമുണ്ടായിരിക്കുകയാണ്. അവൾ ഉടൻ തന്നെ അവരെ വിട്ടു. അവൾ അൻമോളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. മോനെ, അൻമോൾ. അതെ അമ്മേ, ഞാനാണ്. നിങ്ങൾ എന്തിനാ എനിക്ക് അങ്ങനെ ചെയ്തത്? എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? ഒരിക്കലും ഞങ്ങൾ നിന്നെ വേണ്ടാന്ന് വെച്ചില്ല മോനെ. കുറച്ച് ദിവസം നിന്നെ തനിച്ചാക്കിയിട്ട് എല്ലാം ശരിയാക്കിയിട്ട് വന്ന് നിന്നെ കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. ഇവരിനെ ഒന്നും ചെയ്യില്ല അമ്മേ. ഞാൻ ഇവർക്ക് മനസ്സിലാക്കിപ്പിക്കുന്നു. ഞാൻ തന്നെ ഇവരിനെ ഫേസ് ചെയ്യുന്നു. ഈ ദിവസത്തിന് വേണ്ടിയാണ് മോനെ ഞാൻ കാത്തിരുന്നത്. എനിക്ക് നടന്ന പ്രശ്നത്തിന് മറ്റൊരാൾ വഴി തീരുമാനം കാണാൻ വേണ്ടിയാണ് ഇത്ര ദിവസമായി ഞാൻ ഇവിടെ കാത്തുകൊണ്ടിരുന്നത്. അൻമോളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. താർക്കുടി തിരിഞ്ഞ് രാഗിണിയുടെ അച്ഛനെയും അമ്മയെയും നോക്കി. രണ്ടുപേരും തല കുനിഞ്ഞ് അവരുടെ തെറ്റുകൾ സമ്മതിച്ചു. എന്നെ ക്ഷമിച്ചേക്ക്. ഇപ്പോൾ ഞാൻ ഈ ബന്ധത്തിന് മര്യാദ തരുന്നുണ്ട്. ദയവായിട്ട് എന്നെ വിട്ടേക്ക്. ആകാശത്തു നിന്നും ഒരു വെളിച്ചം താഴേക്കിറങ്ങി. അതിൽ താർക്കുടി പതുക്കെ പതുക്കെ മാഞ്ഞുപോയി. അവൾ കാറ്റത്ത് മറഞ്ഞുപോയി. കാറിലുണ്ടായിരുന്ന രാഗിണിക്ക് അപ്പോഴാണ് ഓർമ്മ തിരിച്ചു വന്നത്. ഉടനെ അവളുടെ അടുത്തേക്ക് വന്നു. 1 മാസത്തിന് ശേഷം അൻമോളിനും രാഗിണിക്കും കല്യാണം നടന്നു. സന്തോഷം നിറഞ്ഞിരുന്നു. പിന്നെ രാഗിണിയുടെ അച്ഛനും അമ്മയും ആ സന്തോഷത്തിൽ ഉണ്ടായിരുന്നു. കുറച്ചു ദൂരെ നിന്നുകൊണ്ട് ശില്പ അവരെ സന്തോഷത്തോടെ നോക്കുകയായിരുന്നു. 4 ചുറ്റിലും അവൾ നോക്കി, ആരെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. പിന്നെ അടുത്ത ക്ഷണം തന്നെ അവളും പെട്ടെന്ന് മാഞ്ഞുപോയി.